ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ദൗത്യം, ആ ദൗത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വളരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മത്സരിക്കാനുള്ള ദൗത്യം പാർട്ടി ഏൽപ്പിച്ചത് ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ആ മത്സരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പവും ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പവും നിന്ന മുഴുവൻ വോട്ടർമാർക്കും നന്ദി പറയാൻ ഞാൻ ആദ്യമായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്നലെ വളരെ വൈകി ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വന്നത്. അതിനുശേഷം ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഡൽഹിയിലേക്ക് വരേണ്ടി വന്നതിനാൽ അവിടെ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തോ നിന്ന് ഈ കാര്യങ്ങൾ ജനങ്ങളോട് സൂചിപ്പിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ കണക്കുമായിട്ട് താരതമ്യം ചെയ്താൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 65,277 വോട്ടിൻ്റെ വർധനവാണ് ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 7% വോട്ടിൻ്റെ വർധനവ്. 2,46,502 നിന്ന് 3,11,779 NDAയുടെയും BJPയുടെയും വോട്ട് വർദ്ധിച്ചപ്പോൾ UDFൻ്റെ വോട്ട് 3,79,469 നിന്ന് 3,28,051 ഏതാണ്ട് 51,000 വോട്ട് UDFന് നഷ്ടപ്പെട്ടു. LDFന് 3,40,298 ഉണ്ടായിരുന്നത് 3,27,366 ഏതാണ്ട് 13,000 വോട്ട് LDFന് നഷ്ടപ്പെട്ടു. ഏതാണ്ട് 1.5% വോട്ട് LDFന്, ഏതാണ്ട് 4-5% വോട്ട് UDFന് ആറ്റിങ്ങലിൽ നഷ്ടപ്പെട്ടു. ഇതാണ് വസ്തുത. പക്ഷേ ഈ വസ്തുത തിരിച്ചറിയുന്നതിന് പകരം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 2 എതിർ സ്ഥാനാർത്ഥികൾ ഇന്നലെ മുതൽ ജനങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി പണമൊഴുക്കി വോട്ട് വാങ്ങി എന്നാണ് ഇവർ രണ്ടുപേരും നടത്തുന്ന പ്രചരണം. എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങലിലെ ജനങ്ങൾ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങലിലെ ജനങ്ങളെ പണം ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ആരാണ് പ്രചരണകാലത്ത് ശ്രമിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ കാലത്ത് അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇതേ കാര്യം ആവർത്തിച്ചിരിക്കുക. 2 CPMൻ്റെ സിറ്റിംഗ് നിയമസഭാ മണ്ഡലങ്ങളിൽ ജനങ്ങൾ അവരെ തിരസ്കരിച്ചതിന് BJPയെ കുറ്റം പറയരുത് എന്നാണ് എനിക്ക് CPMനോട് പറയാനുള്ളത്. 15,000 വോട്ടിൻ്റെ കഷ്ടിച്ചുള്ള വ്യത്യാസമാണ് NDAയും അല്ലെങ്കിൽ BJP NDAയും CPMും തമ്മിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേറ്റുകളുടെയും പിന്തുണയില്ലായിരുന്നു, ഒരു മാധ്യമങ്ങളുടെയും പിന്തുണയില്ലായിരുന്നു, BJPയെ സഹായിക്കാൻ ഒരു യൂട്യൂബുകാരും രംഗത്തിറങ്ങിയില്ലായിരുന്നു. മാത്രമല്ല, ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ പരസ്യമായിട്ട് അവരുടെ വാർത്താ അവലോകനങ്ങളിൽ പറഞ്ഞത് മുരളീധരന് കഴിഞ്ഞ തവണത്തെ വോട്ട് പിടിച്ചു നിർത്താൻ സാധിക്കുമോ എന്നടക്കം ചോദിച്ച ആളുകൾ. ഏതായാലും 2 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും
മറ്റൊരിടത്ത് രണ്ടാം സ്ഥാനത്തും എത്താൻ ആറ്റിങ്ങലിൽ സാധിച്ചു. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും. അതിൽ തന്നെ ഏറ്റവും ഗ്ലാമർ കുറഞ്ഞ പ്രചരണം പ്രചരണമാണ് ആറ്റിങ്ങലിൽ നടന്നത്. പക്ഷേ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. മാത്രമല്ല, അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികളോട് ആറ്റിങ്ങലിലെ ജനങ്ങൾ കാണിച്ച താൽപ്പര്യം. 2, അഴിമതി വിരുദ്ധ ഭരണത്തോട് ആറ്റിങ്ങലിലെ ജനങ്ങൾക്കുള്ള ആഭിമുഖ്യം. 3, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ കാരണഭൂതനോട് പിണറായി വിജയനും കുടുംബവും കാണിക്കുന്ന പച്ചയായ കൊള്ളയോട് അവിടുത്തെ ജനങ്ങൾക്കുള്ള അമർഷം. ഇത് 3ഉം ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള 2 മുന്നണികൾ, അതിൽ CPM-നോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ ആ വോട്ട് ചെയ്യുന്നത് വ്യർത്ഥമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവുള്ള ധാരാളം ആളുകൾ, ഏതാണ്ട് 70,000-ഓളം 65,000-ഓളം ആളുകൾ BJPക്ക് പുതുതായിട്ട് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, അത് തീർച്ചയായിട്ടും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടർമാരായിരുന്നവരാണ്. അവർക്ക് അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടോ പാർട്ടിയുടെ നയങ്ങളോടോ ഉള്ള എതിർപ്പ് കാരണം, വിയോജിപ്പ് കാരണമാണ് അവർ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തത് എന്ന് ഇനിയെങ്കിലും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ 2 എതിർ സ്ഥാനാർത്ഥികൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് മനസ്സിലാക്കാതെ BJPക്കെതിരായിട്ടും ജനങ്ങൾക്കെതിരായിട്ടും വ്യാജ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് കൊണ്ട് വസ്തുതകൾ മറച്ചുവെക്കാൻ നിങ്ങൾക്കാവില്ല. ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ ചാഞ്ചല്യമുണ്ടാക്കാനുള്ള ശ്രമം നടത്തി, പണമൊഴുക്കിയതിൻ്റെ തെളിവുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാവുന്ന വിഷയങ്ങളാണ്. ബഹുമാന്യനായിട്ടുള്ള എതിർ സ്ഥാനാർത്ഥി ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തിന് നൽകാനുള്ള ഉപദേശം. മാത്രമല്ല, നിർമ്മല സീതാരാമൻ നടത്തിയ പരിപാടിയെ സംബന്ധിച്ചും പങ്കെടുത്ത പരിപാടിയെ സംബന്ധിച്ചും അതോടൊപ്പം നെഹ്റു യുവകേന്ദ്ര നടത്തിയ ജോബ് എക്സ്പോയിനെ കുറിച്ചുമൊക്കെ ഇന്നലെ നമ്മുടെ സിറ്റിംഗ് MP-യുടെ ആക്ഷേപവും ഞാൻ കേട്ടു. നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി വന്നത് ധനകാര്യ വകുപ്പിൻ്റെ പരിപാടിയിലാണ്. ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് ശ്രീ അടൂർ പ്രകാശിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു പങ്കെടുക്കേണ്ടത്. നെഹ്റു യുവകേന്ദ്ര പരിപാടികളിൽ നെഹ്റു യുവകേന്ദ്രയുടെ ഉദ്യോഗസ്ഥന്മാർ സിറ്റിംഗ് MP-യെ സമീപിച്ചിരുന്നു. ഇതിലൊന്നും പങ്കെടുക്കാൻ വൈമുഖ്യം കാണിച്ച് മാറി നിന്നൊരാൾ 5 വർഷക്കാലം കോൺഗ്രസ്സുകാരടക്കം മണ്ഡലത്തിൽ MP എവിടെ എന്ന് അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ പേരിൽ ഏതാണ്ട് 60,000 58,000 വോട്ട് കുറഞ്ഞു പോയപ്പോൾ അതെങ്ങനെയാണെന്ന് പരിശോധിക്കുന്നതിന് പകരം നിർമ്മല സീതാരാമൻ വന്ന പരിപാടിയെക്കുറിച്ചും അതുപോലെ നെഹ്റു യുവകേന്ദ്രയുടെ ജോബ് എക്സ്പോയെക്കുറിച്ചും ഒക്കെ ആക്ഷേപം ചൊരിയുന്നത് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ തെറ്റിദ്ധാരണയുണ്ടാകും എന്നുള്ള ധാരണയിലാണെങ്കിൽ ബഹുമാന്യനായിട്ടുള്ള MP വസ്തുതകൾ ഇനിയെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ 58,000 വോട്ട് ചോർന്നു പോയത് എന്ന് തിരിച്ചറിയണം. ഒരു കാര്യം കൂടി ഞാൻ ആറ്റിങ്ങലിലെ ജനങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തുടർന്നും ജനങ്ങളോടൊപ്പം ആറ്റിങ്ങലിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന MP-യെ പോലെ ആവില്ല ഞാൻ എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. തിരുത്തൽ വരുത്തുന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് മകൾ നൽകിയിട്ടുള്ള ഏത് സേവനത്തിനാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനിക്ക്
ഈ CMRL നിന്ന് കിട്ടിയിട്ടുള്ള പണം എന്നുള്ളതാണ് ആദ്യത്തെ തിരുത്തൽ വരുത്തേണ്ടത്. രണ്ടാമത്, മന്ത്രിമാർ ഈ സ്വകാര്യ പണം ഉപയോഗിച്ചിട്ടാണെങ്കിലും വിദേശയാത്രക്ക് പോകുന്ന അതിനുള്ള പണം എവിടെ നിന്ന് ആര് സ്പോൺസർ ചെയ്തു എന്നുള്ളത് കൂടി പറയണം. അത്തരത്തിലുള്ള സ്പോൺസർഷിപ്പുകൾ അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകുമോ എന്നുകൂടി പറയണം. ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ബന്ധപ്പെട്ട ആളുകൾ ചർച്ച ചെയ്ത് അവർ വിശദീകരിക്കും. അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കല്ല. ഞാൻ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ഇന്നിവിടെ എല്ലാവരും കണ്ടത്. BJP വിചാരിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ഞങ്ങൾ ജയിച്ചുകൊണ്ടാണ്. ഞങ്ങളാണല്ലോ 2 മണ്ഡലത്തിൽ 1ാം സ്ഥാനത്ത് വന്നത്. ടോട്ടലിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ 2 മണ്ഡലത്തിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന കാര്യം. ആ 2 മണ്ഡലത്തിലേ അവർക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ലോക്സഭയിൽ അക്കൗണ്ട് ഇല്ലല്ലോ. തീർച്ചയായിട്ടും കഴിഞ്ഞു. പൊതുപ്രവർത്തകരെന്നുള്ള നിലയിൽ സംഘടനാ ചുമതല എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ 3,15,000 ആളുകൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് എൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം. അല്ല, അതൊക്കെ അടുത്ത തവണത്തെ മണ്ഡലം സ്ഥാനാർത്ഥി ആരാണെന്ന് അപ്പോൾ തീരുമാനിക്കുമ്പോൾ ഞാൻ അടുത്ത 5 കൊല്ലം ഉണ്ടാവും എന്ന് പറയുന്നത് അത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടല്ല. അടുത്ത 5 കൊല്ലം ഞാൻ ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ഈ തവണ എനിക്ക് വോട്ട് ചെയ്ത ആളുകൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പറ്റും. അടുത്ത തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഞാനല്ലല്ലോ പ്രഖ്യാപിക്കേണ്ടത്. അത് പാർട്ടി സമയമാകുമ്പോൾ പ്രഖ്യാപിക്കും. അങ്ങനെയല്ലല്ലോ, അങ്ങനെ ഒരു ഉദ്ദേശമില്ല. അങ്ങനെ നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് എൻ്റെ വായിൽ തിരികെ വെക്കാൻ ശ്രമിക്കുക. അല്ല, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെടുത്ത് കേരള സർക്കാരിനോടുള്ള ജനങ്ങളുടെ അമർഷം, ആ അമർഷമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത്. കേരള സർക്കാരിൻ്റെ അഴിമതിക്കെതിരായി, കേരള സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, കേരള സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള നയങ്ങളെ ചോദ്യം ചെയ്യുന്നവരോട് സർക്കാരിന് നേതൃത്വം നൽകുന്നവർ കാണിക്കുന്ന ധാർഷ്ട്യത്തിനെതിരായി, അതിനെതിരായിട്ടാണ് ജനങ്ങൾ വിധിയത്. രാഹുൽ ഗാന്ധിയുടെ വിജയമൊക്കെ ചർച്ച ചെയ്യേണ്ട ആൾക്കാർ അവർ വിശകലനം ചെയ്ത് പറയും. ഞാൻ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി. സമയമാകുമ്പോൾ നമുക്ക് ആലോചിക്കാം. അത് ഇനിയും കാലം കുറയും. കൂടുതൽ പരിഗണനയല്ല, ഒറ്റ പരിഗണനയേ ഉള്ളൂ. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MP-ക്ക് മാത്രമേ പരിഗണനയുള്ളൂ. മറ്റാർക്കും ഉണ്ടാവേണ്ട കാര്യം എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവുമെന്ന്. കാരണം അന്ന് ഞാൻ MP ആയിരുന്നു, അതുകൊണ്ടാണ് പരിഗണനയുണ്ട്. ഇപ്പം ഞാൻ MP അല്ലല്ലോ. ആ, എന്താ കാര്യം? അതിനു മുമ്പ് BJP പിന്നെ എന്താ സാഹചര്യം, എന്താ വ്യത്യാസം? പണ്ട് 130, 140 സീറ്റ് കിട്ടിയിട്ട് BJP-ക്ക് കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെങ്കിൽ 240 കിട്ടിയാൽ പറ്റാതിരിക്കുക എങ്ങനെയാണ്? പിന്നെ നരേന്ദ്രമോദിയെക്കുറിച്ച് നിങ്ങളെല്ലാവരും പണ്ട് നടത്തിയിരുന്നത്, അദ്ദേഹത്തിന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള പരിചയമേ ഉള്ളൂ, അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് എന്താ പരിചയം, അദ്ദേഹത്തിന് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിച്ചു. അദ്ദേഹം 2 തവണ ജയിച്ച് കാണിച്ചു തന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയമൊക്കെ ശരി, അന്താരാഷ്ട്ര രാഷ്ട്രീയം അദ്ദേഹത്തിന് വഴങ്ങുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം G20 ഫലപ്രദമായിട്ട് നടത്തിയിട്ട് അദ്ദേഹം അതും കാണിച്ചു തന്നു. ഈ തവണത്തെ ഇത് കഴിയുമ്പോൾ കൂട്ടുകക്ഷി ഭരണം നയിക്കാനും നരേന്ദ്രമോദിക്ക് കഴിയും എന്ന് തെളിയിക്കപ്പെടാൻ പോകുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. 1.5 വർഷം എങ്ങനെ? അതെനിക്കറിയില്ല. BJP എത്ര കാലമായിട്ട് പ്രവർത്തിക്കുന്നതല്ലേ?
അങ്ങനെയൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ ആണ്, BJP-യുടെ പ്രവർത്തനമല്ലല്ലോ. ഇതൊക്കെ പാർട്ടി പറയേണ്ട കാര്യം. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ മാത്രം നടത്തും.